വളരെയധികം ഡിസപ്പോയിൻമെൻറ്റോട് കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ഇപ്പം നമ്മുടെ മെയ് 3 നടന്നിട്ടുള്ള നീറ്റ് UG 2026 എക്സാം ക്യാൻസൽ ചെയ്തു എന്നാണ് NTA ലേറ്റസ്റ്റ് പബ്ലിക് നോട്ടീസ് പ്രകാരം വരുന്നത്. അപ്പം കഴിഞ്ഞ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി മക്കൾ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് എഴുതിയ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു പേപ്പറായിരുന്നു. എല്ലാവരും അത്യാവശ്യം നല്ല മാർക്സ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അതിനേക്കാളൊക്കെ പുറമെ ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ വർഷത്തെ ആ ഒരു 2-3 വർഷത്തെ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തതിൻ്റെ ഒക്കെ പ്രഷറിൽ നിന്ന് ഒരു റിലീഫായി ഇരിക്കുകയായിരുന്ന ഒരു മൊമെൻറ്റിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുള്ളത്. നമ്മുടെ നീറ്റ് UG 2026 ക്യാൻസൽ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റീസൺ നിങ്ങളെല്ലാം ചിലപ്പം പല വീഡിയോസിലൂടെയൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാകും. നമ്മുടെ നീറ്റ് 2026 ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട് എന്നുള്ളൊരു അതിൻ്റെ ബേസിസിൽ നടന്നിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നീറ്റ് 2026 ക്യാൻസൽ ചെയ്തു എന്ന് NTA പബ്ലിക് നോട്ടീസിൽ പറയുന്നത്. ദ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിത്ത് ദ അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഡിസൈഡഡ് ടു ക്യാൻസൽ നീറ്റ് UG 2026 എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ഓൺ May 3. അപ്പം ഇപ്പോൾ പ്രകാരം പറയുന്നതിൽ നിങ്ങളുടെ റീകണ്ടക്റ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഡേറ്റും റീഇഷ്യൂഡ് ആയിട്ടുള്ള നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന് എപ്പോഴാണ് റിലീസ് ചെയ്യുക കാര്യങ്ങളെല്ലാം NTA ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഫീസൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ എക്സാമിന് കൊടുത്തിട്ടുള്ള ആ രജിസ്ട്രേഷൻ്റെ ബേസിസിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും നിങ്ങളുടെ എക്സാമിനേഷനും സെൻറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന് വേണ്ടിയിട്ട് അഡീഷണൽ ഫീയോ കാര്യങ്ങളില്ല. നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റും അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് റീഇഷ്യൂഡ് ആയിട്ടുള്ള അഡ്മിറ്റ് കാർഡിൻ്റെ ഡേറ്റും അത് റിലീസാവുന്ന ഡേറ്റൊക്കെ NTA ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ അറിയിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. റിയലി സോറി, നിങ്ങളോട് ഭയങ്കര സോറി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ് പറയേണ്ടത്, ശരിക്കും ഞാൻ ആകെ ഇങ്ങനെ സ്റ്റക്കാണ് നിങ്ങളുടെ ഈ ഒരു ന്യൂസ് കേട്ടിട്ട്. അപ്പം നിങ്ങളും അതേപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മിസ്സിന് അറിയാം. ടെൻഷൻ അടിക്കേണ്ട. നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറയാൻ പോലും തോന്നുന്നില്ല. എന്തായാലും നല്ലതിനായിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാം. അപ്പോൾ എൻ്റെ കുട്ടികൾ നിങ്ങൾ റിവൈസ് ചെയ്യാം. ഇനിയുള്ള ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കാം. NTA ഒഫീഷ്യൽ ചാനൽ തന്നെ ഫോളോ ചെയ്യുക. വീണ്ടും നിങ്ങൾ ആ സ്ട്രഗിളിലൂടെ വീണ്ടും കടന്നു പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടമുണ്ട്. പക്ഷേ നമുക്കിപ്പം ഇവിടെ നമ്മൾ ഹെൽപ്ലെസ് ആണ്. നമുക്കിവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ക്യാൻസൽ ചെയ്തു എന്നുള്ള ഒഫീഷ്യൽ ന്യൂസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടികൾ നന്നായിട്ട് തന്നെ കുറച്ചുകൂടെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ എക്സാം കഴിഞ്ഞ സമയത്ത് അയ്യോ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നെന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇനിയും കുറച്ചുകൂടി ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാനുള്ളൊരു സമയമാണെന്ന് കരുതാം. എനിക്കറിയാം ഈ സമയത്ത് നിങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. കാരണം ഞാൻ ഇത്രത്തോളം ഡിസപ്പോയിൻറ്റഡ് ആവും എന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഡബിളായിരിക്കും. പക്ഷേ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബാക്കി വരുന്ന ന്യൂസുകളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ മക്കളൊന്ന് സമാധാനത്തോടെ ഇരിക്കുക, നിങ്ങളെ തന്നെ ഒന്ന് കാമാക്കുക. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട. നല്ലതിനായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ.